ഗേ ആയാൽ എന്തു കുഴപ്പം? പുരസ്കാരങ്ങൾ വാരിക്കൂട്ടി കാതൽ. ജിയോ ബേബിയുടെ കാതലിന് മുൻപ് തന്നെ സ്വവർഗാനുരാഗം മലയാള സിനിമകളിൽ പ്രതിപാദിച്ചിട്ടുണ്ടെങ്കിലും മമ്മൂട്ടിയെയും ജ്യോതികയെയും പ്രധാന കഥാപാത്രങ്ങളാക്കി അവതരിപ്പിച്ചുകൊണ്ട് ഗേ പ്രണയവും അവർ അനുഭവിക്കുന്ന ആന്തരിക ബാഹ്യ സംഘർഷങ്ങളെയും പൊതുമധ്യത്തിൽ ചർച്ചയാക്കാൻ കാതലിന് കഴിഞ്ഞു. മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം, തങ്കൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച സുധി കോഴിക്കോടിനുള്ള പ്രത്യേക ജൂറി പരാമർശം, മാത്യൂസ് പുളിക്കലിനുള്ള മികച്ച പശ്ചാത്തല സംഗീത സംവിധായകനുള്ള പുരസ്കാരം എന്നിവ ലഭിച്ചതോടെ ചിത്രം കൈകാര്യം ചെയ്ത വിഷയത്തിനും അതേച്ചൊല്ലിയുള്ള വിവാദ പരാമർശങ്ങൾക്കും മറുപടിയായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ സംസ്ഥാന പുരസ്കാരങ്ങൾ വാരിക്കൂട്ടുന്നതിലൂടെ സിനിമയും സിനിമയുടെ പ്രമേയവും ഒരിക്കൽ കൂടി അംഗീകരിക്കപ്പെടുകയാണ്. പുരുഷ സങ്കല്പങ്ങളുടെയും പ്രതീകമായ പല കഥാപാത്രങ്ങളും മലയാളികളിലേക്ക് എത്തിയത് മമ്മൂട്ടിയിലൂടെയാണ്. അതിൽ നിന്നും മാറി ഒരു പുതിയ പരീക്ഷണത്തിലേക്ക് ചുവടുമാറ്റിയതോടെ മലയാളത്തിന് ലഭിച്ചത് മികച്ച കഥാപാത്രം മാത്രമായിരുന്നില്ല, മികച്ച സിനിമ കൂടിയാണ്. സ്വവർഗ പ്രണയം ചർച്ച ചെയ്യുമ്പോൾ വ്യക്തികളിലേക്ക് മാത്രം ഒതുങ്ങുന്നതിൽ നിന്നും ആ വ്യക്തികളോടൊപ്പം അവരോടൊപ്പം ജീവിക്കുന്ന പങ്കാളികളെയും ഇത് എങ്ങനെ ബാധിക്കുന്നുവെന്നതിൻ്റെ വ്യക്തമായ ചിത്രമായിരുന്നു സിനിമാ പ്രേക്ഷകർക്ക് നൽകിയത്. ഒരു കുടുംബം എങ്ങനെയാണ് ഹോമോസെക്ഷൽ മനുഷ്യരെ തളച്ചിടുന്നതെന്നതിൻ്റെ ഉദാഹരണവും കാതൽ മുന്നോട്ട് വയ്ക്കുകയായിരുന്നു. ദാമ്പത്യ ജീവിതത്തിൽ അവർ അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രശ്നങ്ങളെ പങ്കാളിയായ ജ്യോതിക കൈകാര്യം ചെയ്ത രീതിയും വളരെ മനോഹരമായിരുന്നു. ഇന്നത്തെ സമൂഹത്തിൽ തൊട്ടാൽ പൊള്ളുന്ന വിഷയത്തെ ജിയോ ബേബി മികച്ച ചലച്ചിത്രമാക്കി മാറ്റുകയായിരുന്നു.